പുതിയൊരു തുടക്കം എങ്ങനെയെന്ന് സംശയിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എല്ലാ വർഷവും റിസൾട്ടുകൾ വിളിച്ച് പറയുമ്പോൾ ഇനി ഞാൻ തയ്യാറെടുക്കുന്നില്ല സാർ, കുറെ ആയി എന്ന് പറയുന്ന ചുരുക്കം കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അവരിലൊക്കെ തന്നെ അടുത്ത റിസൾട്ട് വരുന്ന സൈക്കിളിൽ ഒരുപാട് സന്തോഷിക്കാൻ വക നൽകുന്ന അനുഭവങ്ങളുണ്ട്. സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു അറ്റംപ്റ്റ് കൂടി നടത്താമെന്ന് തീരുമാനിച്ചത്. എനിക്ക് കഴിഞ്ഞ വർഷം 4 മാർക്കിന് മിസ്സായി പോയതായിരുന്നു, അല്ലെ 2 മാർക്കിന് മിസ്സായി പോയതായിരുന്നു. ഇത്ര അറ്റംപ്റ്റ് ഞാൻ നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ജൂൺ 10 മുതൽ അടുത്ത നെറ്റ് പരീക്ഷ നടക്കുമെന്ന് NTA അറിയിച്ചിട്ടുണ്ട്. മാസങ്ങൾക്കപ്പുറം വിജയത്തിന്റെ രുചികരമായിട്ടുള്ള അനുഭവത്തിലേക്ക് എത്താൻ ഇന്നത്തെ ഒരു തീരുമാനം നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും സങ്കടപ്പെട്ട് തന്നെ തീരണം എന്നുള്ളതാണ് ഏറ്റവും നല്ല ഡിസിഷൻ. ഈ നമ്മുടെ വികാരങ്ങളെ മറച്ചു വെക്കുകയോ കുഴിയിൽ മൂടുകയോ ഒന്നും ചെയ്യേണ്ട. 1-2 ദിവസം വിഷമിക്കുന്നത് ന്യായമായിട്ടുള്ള വിഷമിക്കാനുള്ള ഒരു പീരീഡ് ആണെന്ന് ഓർക്കുക. നമുക്ക് എപ്പോഴും സങ്കടങ്ങള്, പരീക്ഷയിലെ പരാജയം സങ്കടം നൽകുന്നതാണ്, മാനുഷികമായിട്ടുള്ള വികാരങ്ങളാണ് ഇതെല്ലാം തന്നെ. എന്നാൽ അടുത്ത 6 മാസമോ 1 വർഷമോ ഒരു പരീക്ഷയിലെ പരാജയത്തെ പറ്റി ഓർത്ത് സങ്കടപ്പെടുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം 1-2 ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഇതിന്റെ പോരായ്മകൾ, നമ്മുടെ പ്രിപ്പറേഷനിലെ പോരായ്മകളാണ് എന്റെ റിസൾട്ട് ഇങ്ങനെ ആക്കിയത് എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതും ഈ ഗ്രീഫിനോടൊപ്പമുള്ള ഒരു പ്രോസസ്സിന്റെ പാർട്ടാണ്. മറ്റുള്ളവരുടെ മേലിൽ പഴിചാരിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ പഴിച്ച് മുന്നോട്ട് പോകാൻ വിജയിക്കുന്ന ഒരാൾക്കും ആകില്ല എന്ന് ഓർക്കുക. അപ്പോ നിങ്ങൾ പ്രിപ്പറേഷൻ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്ന് ഈ സങ്കടമൊക്കെ പതുക്കെ സങ്കടപ്പെട്ട് ആ ഒരു പീരീഡ് കഴിയട്ടെ എന്ന് കരുതുക. അതുപോലെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം എന്റേതാണ്. ഇതിൽ നിന്ന് എന്ത് തിരിച്ചറിവ് ഞാൻ നേടുന്നുണ്ട്, എന്റെ വീക്ക് ഏരിയകൾ അനലൈസ് ചെയ്ത് റെസ്പോൺസ് ഷീറ്റ് ഒക്കെ എടുത്ത് നോക്കുക, വീക്ക് ഏരിയകൾ കണ്ടെത്തുക, എന്നിട്ട് അത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. ആ ഒരു പഠന ജേർണി നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പഠിച്ചു തുടങ്ങുമ്പോൾ അടുത്ത സൈക്കിളിൽ തീർച്ചയായിട്ടും ഈ കുറഞ്ഞ ചോദ്യങ്ങളുടെ വ്യത്യാസം, കുറഞ്ഞ മാർക്കിലാവുന്നവർക്ക് നെറ്റോ JRF ഒക്കെ നഷ്ടമായിട്ടുണ്ടാവുക. അപ്പോ അതിന് അപ്ലൈ ചെയ്ത് വിജയിക്കാൻ 100% പറ്റും. ഈ കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെക്കുക. പോരായ്മകളെ തിരിച്ചറിയാൻ, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, പോരായ്മകളിൽ നിന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാവട്ടെ പരിശ്രമം. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.